ഹലോ, എല്ലാവർക്കും ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ്. മാനവിക്രമൻ, സാമൂതിരി രാജാവായ മാനവിക്രമൻ നിർമ്മിച്ചതാണ് ഈ കുളം. ഈ ഈ ചിറയ്ക്ക് അടുത്തായിട്ട് തന്നെയാണ് മാനാഞ്ചിറ സ്ക്വയർ ഉള്ളത്. മാനവിക്രമൻ ചിറ പിന്നീട് മാനാഞ്ചിറയായതാണ്. അപ്പോൾ ഈ കാണുന്നത് മാനാഞ്ചിറേൻ്റെ ചുറ്റുമതിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. മാനാഞ്ചിറയ്ക്ക് അടുത്തായിട്ട് തന്നെയാണ് BM സ്കൂളും CSI ചർച്ചൊക്കെ ഉള്ളത്. ഇതായി കാണുന്നതാണ് BM സ്കൂള്. കോഴിക്കോടിൻ്റെ നഗരമധ്യത്തിൽ തന്നെയാണ് മാനാഞ്ചിറ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തി. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഈ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് കടക്കുന്ന അവിടെ ഒരു എന്താ പറയുക, ഒരു അടിപൊളി കവാടം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പ്രവേശന ഫീസ് ഒന്നുമില്ല. പക്ഷേ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8 മണി വരെയായിട്ടേ ഉള്ളൂ അങ്ങോട്ടേക്കുള്ള പ്രവേശനം. അതുപോലെ തന്നെ രാവിലെ മോർണിംഗ് വാക്കിന് വരുന്നവർക്ക് ഒരു സമയമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അതിനുള്ളിലേക്ക് കടന്നുണ്ട്. അതിനുള്ളിൽ തന്നെയായിട്ടൊരു ജിമ്മ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കാർത്തിക് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പക്ഷേ അതിനുള്ളിൽ കയറാൻ പറ്റില്ല. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ആ ജിമ്മിലേക്ക് പ്രവേശനം ഉള്ളൂ എന്ന് അവിടെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുഞ്ഞു മക്കളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ കയറിയിട്ടില്ല. വലിയൊരു മൈതാനം തന്നെയാണ് കേട്ടോ അത്. മോർണിംഗ് വാക്കിന് വരുന്നവർക്ക് നടക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ ഒരു പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ബാസ്ക്കറ്റ്ബോൾ കോർട്ടുണ്ട്. അത് അവിടെ നിന്ന് കുറേ ആളുകൾ കളിക്കുന്നുണ്ട്. പിന്നെ ഈ മൈതാനത്തിൻ്റെ നടുവിലായിട്ട് തന്നെ ഒരു അത്ലറ്റിക്കിൻ്റെ സ്റ്റാച്ചു കാണുന്നുണ്ട്. ഈ സ്റ്റാച്ചു ഇതാണ് കാണുന്നത്. പിന്നെ അവിടെ വലിയ വലിയ മരങ്ങളുണ്ട്. അവിടെ നിന്ന് കുട്ടികൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു സായാഹ്നം ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അത്. ഇരിപ്പിടങ്ങളൊക്കെ ആയിട്ട് കുറേ ഇതുണ്ട്. മുളച്ചെടികൾക്ക് അടുത്തായിട്ട് തന്നെ അവിടെ ഒരു ദിനോസറിൻ്റെ 2 പ്രതിമകളുണ്ട് കേട്ടോ. ഇതായി കാണുന്നതാണ്. പക്ഷേ അത് എന്തോ പണി നടക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. കാർത്തിക് ദിനോസറിൻ്റെ പ്രതിമ ഒന്ന് തൊട്ട് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളിലേ പോകാൻ പറ്റില്ല. അവിടെ കെട്ടി വെച്ചതാണ്, ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മാനാഞ്ചിറ പാർക്കിൻ്റെ ഒരു മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ലാൻഡ്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാസ്ക്കറ്റ്ബോൾ കോർട്ട്, ഓപ്പൺ എയർ തിയേറ്റർ, ടോയ്ലറ്റ്, പിന്നെ അതിൻ്റെ കിഡ്സ് പാർക്ക്, അൻസാരി പാർക്ക് അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ലാൻഡ്മാർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ജിം അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ലാൻഡ്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം കാർത്തിയും ചാരുട്ടിയും കൈ പിടിച്ച് നടക്കുകയാണ്. വലിയ വലിയ മരങ്ങളായതുകൊണ്ട് തന്നെ അതിനടിയിൽ കിടന്നിട്ട് നല്ല തണൽ നൽകുന്ന മരങ്ങളാണ്. അപ്പോൾ അതിനടിയിൽ കിടന്ന് ഉറങ്ങുന്നവരുണ്ട്, സംസാരിച്ചിരിക്കുന്നവരുണ്ട്. പിന്നെ അതിനുള്ളിലേക്ക് നടന്ന് കാണുമ്പോൾ വെയിൽ കൊള്ളാണ്ട് നടക്കാൻ പറ്റും. അത്രയ്ക്ക് വലിയ മരങ്ങളാണ് കേട്ടോ ഉള്ളത്. ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കുറേ ആളുകളുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതാണ് കേട്ടോ മാനാഞ്ചിറ. ഈ ചിറയിൽ നിന്നാണ് കോഴിക്കോടിൻ്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണിത്. ഈ ചിറയിലേക്ക് ഒരു അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ ചിറയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ നെറ്റ് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. കോഴിക്കോട് 19-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിൽ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അവിടെ അലക്കാനും കുളിക്കാനൊന്നും പറ്റില്ല. അവിടെ കുടിവെള്ളത്തിന് മാത്രമായിട്ടുള്ളതാണ്. ആ ഉത്തരവ് അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇത് ഒരു 3 ഏക്കറിലും മേലെ ഉണ്ട് ഈ ചിറ. അതൊരു ചതുരാകൃതിയിലാണ്. ഉള്ളിലേക്ക് ചെല്ലുന്തോറും നല്ലൊരു ഫീലാണ് കേട്ടോ.
ഉള്ളിലേക്ക് ചെല്ലുന്ന അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കേട്ടുതന്നെ ഇരിക്കുക, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ കുറേ വലിയ വലിയ മരങ്ങളാണ്, അതന്നെ ഉണ്ട് കുറേ. അപ്പോൾ ചാരുട്ടി ആ ചിറയിലേക്ക് എഴുതി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കാർത്തി എഴുതി നോക്കുന്നുണ്ട്. അപ്പം ചാരുട്ടീനെ കാർത്തി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഉള്ളിലേക്ക് ചെല്ലുന്തോറും കുറേ ചെറിയ ചെടികളും പിന്നെ കുറേ പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇതെന്തോ ഒരു പഴമാണെന്ന് തോന്നുന്നുണ്ട്, ചെറിയാണെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ എന്താ അവിടെയൊക്കെ പ്രതിമകളൊക്കെ ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇത് അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതും കുറേ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. മലബാറിലെ പ്രധാന വ്യവസായങ്ങളിലൊന്നായ കോൺട്രസ്റ്റാണ് കേട്ടോ ആ കാണുന്നത്. കൈത്തറി തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നതാണ് അവിടെ. പിന്നെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പഴയ കമ്പനികളിലൊന്നാണത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇത് അവിടെ ഒരു കവാടമുണ്ട് കേട്ടോ. അത് പുറത്തേക്കുള്ള പോവാനുള്ളതാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ അവിടെ ഗേറ്റ് അടച്ചു വെച്ചതാണ്. ഇപ്പം അതിലെ പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതാ പിന്നെ ഇതാ ഉള്ളിലിങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറേ ആളുകൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബോർഡുണ്ട്, അൻസാരി പാർക്ക് ഓപ്പൺ എയർ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഭാഗത്തേക്കുള്ള ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ തന്നെ ടോയ് സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും കഴിക്കണം എന്നുള്ളവർക്ക് കഴിക്കാനായിട്ട് ചെറിയൊരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഉള്ളിലിരുന്ന് കഴിക്കാനൊക്കെ പറ്റും. ചായയും കടിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഐസ്ക്രീം ഉണ്ട്. പിന്നെ ഉപ്പിലിട്ട് വെച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്നുള്ളവർക്ക് കഴിക്കാനായിട്ടൊരു സ്പേസൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ചു. നല്ലോണം ആളുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിച്ചിട്ടും ചിലർ കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ട്. ചാരുട്ടിക്ക് ഇപ്പോഴാണ് കളിക്കാനൊരിത് വന്നത്. അപ്പോൾ ഇതാ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുറേ നടന്ന് ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ഇരിക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. കല്ലുകൊണ്ട് ചെത്തി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാട്ട് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ എന്താ പറയുക, മ്യൂസിക്കിനുള്ള ഇത് സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് വന്നതാണ്. ഈ മാനാഞ്ചിറയ്ക്ക് അടുത്തായിട്ട് തന്നെയാണ് മുട്ടായിത്തെരുവ് ഉള്ളത്. മുട്ടായിത്തെരുവിലേക്ക് പോവുകയാണ്. അപ്പോൾ മുട്ടായിത്തെരുവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രതിമ ഉണ്ട്.
പിന്നെ അതിന് അടുത്തായിട്ട് തന്നെ ഇതാ ഒരു തെരുവിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അവിടുത്തെ ഇത് വിവരിച്ചിട്ടുള്ളൊരു ബോർഡും അവിടെ കൊടുത്തിട്ടുണ്ട്. ചരിത്രത്തിനെ പറ്റിയിട്ടൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ വയനാടിനായിട്ട് കൈകോർക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് ആളുകൾ ചായയും കടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള പൈസ അതിൽ ഇടാം. പിന്നെ ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ വാങ്ങി. മുട്ടായിത്തെരുവിൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ് കുറച്ച് ഉള്ളോട്ടുള്ള ഭാഗമാണിത്. അപ്പോൾ അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ള വീഡിയോ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.